ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തിയും ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി സ്പെഷ്യലാണ്, റാഗി ചപ്പാത്തിയാണ്, അതുപോലെ തന്നെ ഓയിൽ ഫ്രീ ആണ്. ചെറുപയർ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപയർ കറി ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇങ്ങനെ ഉണ്ടാക്കിയ ചെറുപയർ കറി ഇഷ്ടപ്പെടും. മത്തങ്ങയും ചെറുപയറും കൂടി വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പയർക്കറി എടുക്കുക, പിന്നെ ചമ്മന്തി എടുക്കുക. കോവയ്ക്ക് ചമ്മന്തിയാണ് കേട്ടോ, അടിപൊളി ചപ്പാത്തിക്ക്. ഇത് റാഗി ചപ്പാത്തി അല്ലേ, ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇത് രണ്ടും. അപ്പോൾ ഈ ചെറുപയർ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ തലേദിവസം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ച ചെറുപയറാണ് കേട്ടോ ഇത്. അത് ഇട്ടു വെള്ളം കളഞ്ഞ്. പിന്നെ മത്തങ്ങ, ഇതൊരു 250 ഗ്രാമോളം മത്തങ്ങ ഉണ്ടാവും. ചെറുപയർ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത്ര പയറും അത്ര മത്തങ്ങയും എടുക്കുക. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് പിന്നെ നെകക്കെ വെള്ളം ഒഴിക്കുക. കുറേ വെള്ളം ഒഴിക്കേണ്ട, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേവിച്ച് കഴിഞ്ഞിട്ട് അതിലും വെള്ളം ചേർക്കാം. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഇത്ര വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കുക. പ്രഷർ പോയി കഴിഞ്ഞിട്ട് ഇത് തുറന്നപ്പോൾ നമ്മുടെ കറി ഇത് ഈ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ പാകത്തിനാണ്. ഇനി നമ്മളിത് കാച്ചാൻ പോവാണ്. ഇതിനായിട്ട് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, പിന്നെ കുത്തിപ്പൊടിച്ച മുളക് പൊടി. ഇത് പക്ഷേ ചില്ലി ഫ്ലേക്സ് അല്ല, മുഴുവനോടെയുള്ള ഉണക്കമുളക് ഉള്ളിയുടെ കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഈ മുളക് നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ. മുളക് മൂക്കുന്നതാണ് ഇതിൻ്റെ പാകം. ഒരു സിമ്മിനേക്കാളും കുറച്ചും കൂടെ കൂട്ടി വെച്ചിട്ട് ഇത് മൂപ്പിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ പയർ മത്തങ്ങ വേവിച്ച് വെച്ചത് അതിലേക്ക് ചേർക്കുക. തീ കുറച്ചും കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. പിന്നെ കുറച്ച് തിളച്ച് കഴിയുമ്പോൾ ഇതാണ്, ഇത്ര ലൂസ് മതി കേട്ടോ. ഇതിനേക്കാൾ ലൂസ് കൂടുതലാണെങ്കിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തോളും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയായാലും ചപ്പാത്തിയുടെ കൂടെയായാലും ബെസ്റ്റാണ്. ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് റാഗി നന്നായിട്ട് കഴുകി തലേദിവസം വെള്ളത്തിലിട്ടത് നമ്മളത് മിക്സിയിൽ 1 കപ്പ് വെള്ളമൊഴിച്ച്, 1/2 കപ്പ് റാഗി 1 കപ്പ് വെള്ളമൊഴിച്ച് അരച്ചെടുത്തത് കുറുക്കിയെടുത്തതാണ് കേട്ടോ ഇത്. ഇതിന് വീഡിയോ വേറെ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ കാണിക്കാതിരുന്നത്. ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഗോതമ്പ് പൊടിയും ചേർക്കുക. എന്നിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട. അഥവാ വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. ആ റാഗി കുറുക്കിയതിൽ തന്നെ നമ്മൾ ഈ പൊടി നനച്ചെടുത്തത്. അപ്പോൾ ആദ്യം ഒന്ന് റഫായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുക. റഫായിട്ടൊന്ന് കുഴച്ച് അവിടെ വയ്ക്കുക, അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് കുഴച്ച് വെച്ചിട്ടാണ് നമ്മൾ ആ ചെറുപയർ കറി ഉണ്ടാക്കാൻ പോയത് കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ഇത് വീണ്ടും വന്ന് തുറന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ഇതുപോലെ ഉരുളകളാക്കി. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അറിയാമല്ലോ, ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ അപ്പോൾ എല്ലാതും ഇങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞിട്ടാണ് ചുടാൻ തുടങ്ങിയത്. റാഗി ചപ്പാത്തി ആകുമ്പോൾ ഇതിൽ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ എണ്ണ ചേർക്കാം. ഇതിലിപ്പോൾ ഇത് ഓയിലില്ലാണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഈ ചപ്പാത്തി ഉണ്ടാക്കണത് അറിയാത്തവർക്ക് ഇതിൻ്റെ ലിങ്ക് ഒന്ന് കൊടുക്കാം, ഒന്ന് കയറി നോക്കിക്കോ. വീണ്ടും അതെന്നെ കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയായി. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കണം കേട്ടോ, അപ്പോഴാണ് സ്വാദ്. അഥവാ ചൂടാറിക്കഴിഞ്ഞാൽ ഒന്ന് ആവി കയറ്റിയാൽ മതി. അങ്ങനെ ചപ്പാത്തി എപ്പോഴും ചൂടോടുകൂടി കഴിക്കുമ്പോഴല്ലേ നല്ല സ്വാദ് ഉണ്ടാവുക. ചുട്ട ചപ്പാത്തി അപ്പം തന്നെ എടുത്ത് കഴിക്കണം. എനിക്കിങ്ങനെ തണുത്ത ചപ്പാത്തി ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ ചൂടുള്ള ചപ്പാത്തി കഴിക്കുക, കറി കൂട്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്.
ഇത് കോവയ്ക്ക ചമ്മന്തിയാണ് കേട്ടോ. കോവയ്ക്ക ചമ്മന്തിയും പയറുകറിയും കൂട്ടി കഴിക്കാൻ നല്ല സ്വാദുണ്ടായിരുന്നു. നല്ല സോഫ്റ്റാണ് കേട്ടോ. അതേക്കണ്ട ഒരു വിരലുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റിയാൽ മതി. ചൂടുള്ള ചപ്പാത്തിയിൽ എപ്പോഴും നല്ല സ്വാദുണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തൊരു മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. ഈ റെസിപ്പി സൂപ്പറാണ്. പയർക്കറി എടുക്കുക, പിന്നെ ചമ്മന്തി എടുക്കുക. കോവയ്ക്ക ചമ്മന്തിയാണ് കേട്ടോ, അടിപൊളി ചപ്പാത്തിക്ക്. ഇത് റാഗി ചപ്പാത്തി അല്ലേ, ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.